ഇനി നമുക്ക് നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല കുറുകുറാന്നൊരു മത്തിക്കറി വെച്ചാലോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചട്ടി വെച്ചു, ചട്ടിക്കകത്തോട്ട് എണ്ണ വെച്ചു, എണ്ണയെല്ലാം ചൂടായി വന്നതിന് ശേഷം അതിനകത്തോട്ട് ഉലുവ, കടുക്, പിന്നെ നമ്മൾ 3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം 3 കുടംപുളി, പിന്നെ അതിന് ശേഷം സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അതിനുശേഷം നമ്മളൊരു സ്വല്പം ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തിക്കറി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് തിളച്ച് വന്ന സമയത്ത് നമ്മൾ മത്തിയെല്ലാം പെറുക്കി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം കേട്ടോ. അങ്ങനെ നമ്മുടെ മത്തിക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെറിയ മത്തി മാത്രമായിട്ട് കേട്ടോ. വലിയ മത്തിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണേ. അങ്ങനെ നമ്മുടെ മത്തിക്കറി എല്ലാം നല്ല കുറുകുറാന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ ബൈ, സീ യു.